നീ കേറിക്കോ. അല്ല വേറൊന്നും അല്ല, ഞാൻ അകത്ത് വന്ന മൊത്തം പോസ്റ്റ് ആയിരിക്കും. പോസ്റ്റ് ഒന്നുമില്ല, നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്ത് അവിടെ ഇരിക്കാന്നേ. വാ. ഞാൻ ഫേഷ്യൽ ചെയ്യാനോ? അതിനിപ്പെന്താ? ഞാൻ ഈ ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാനും അങ്ങനത്തെ ഒരാളാ. പിന്നെ വല്ലപ്പോഴും തവലൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. നമുക്ക് മറ്റേ ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് നമുക്കൊരു പിടിയൊക്കെ പിടിക്കാം. ബാ. ഫ്രൂട്ട് ഫേഷ്യൽ അല്ലേ? വേണ്ട വേണ്ടാത്തണ്ട. ലച്ചൂസിന് എത്ര ടൈം എടുക്കും ഇവിടെ? അത് പറ. എനിക്ക് ഇവിടെ ഒരു 1.5-2 മണിക്കൂർ പിടിക്കുമായിരിക്കും. 2 മണിക്കൂറോ? പിന്നെ ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം, ഹോട്ടൽ മസാജ് ചെയ്യണം, ഹെയർ സ്പാ ചെയ്യണം, പറ്റുവാണെങ്കിൽ ഹെയർ കളർ കൂടെ ചെയ്യണം. ഓ, ഇത്രയും ചെയ്യണം അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്റെ പൈസയൊക്കെ ചെലവാക്കാനുള്ളതാണല്ലോ അത്. പിന്നെ കാർഡ് കൂടെ ഞാൻ തന്നോളാം. നീ അതിന് ചെല്ല്. പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരലൊന്നും നടക്കുമൊന്നുമില്ല. നിനക്ക് ബോറടിക്കുവാണെങ്കിൽ നീ അതേക്ക് വന്നാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് 1-2 പേര് വിളിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു പാർലർ ഉണ്ട്. അവിടെ ഫേഷ്യൽ ചെയ്യണോ? ഐസ്ക്രീം പാർലർടാ. ഐസ്ക്രീം ഫേഷ്യൽ ഉണ്ടോ? ഒന്നുമില്ല, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോവാ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞേ. അളിയാ, കാലിക്കറ്റ് വരണമെന്ന് ആഗ്രഹം ഉണ്ടളിയാ. അത് നമുക്ക് ഒരു ദിവസം പിടിക്കാം. ഞാൻ ഇവിടെ കുറച്ച് പോസ്റ്റ് പരിപാടികളിൽ ഇൻവോൾവാ. പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? കാലിക്കറ്റാണോ? കാലിക്കറ്റ് ഞാൻ ഒരു ദിവസം ഇറങ്ങാം. ഇവിടുത്തെ തിരക്കൊക്കെ ആയിട്ട്. എടാ കൃഷ്ണകുമാർ, കിറുക്ക് കൃഷ്ണകുമാർ. ഞാൻ വിളിക്കാം. എന്റെ സ്റ്റാൻഡ് എവിടെ? അളിയാ കൊല്ലത്തില്ല. വന്നേ ചോദിക്കട്ടെ, നീ എന്തുവാടാ ഇത്? താടിയൊക്കെ വെച്ച് ആകെ മാറിപ്പോയല്ലോ. പ്രായമായിക്കൊണ്ടിരിക്കല്ലേ അളിയാ? അത് ശരിയാ, പ്രായമായി. നീ എന്താ ഇവിടെ? ഇറക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? എടാ ഞാൻ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി വഴിയാ. ഷോപ്പോ? ആളിയാ. നീ നടത്തുന്നോ? ആ. അപ്പൊ മൊയിലാളിയാ? മൊയിലാളി എന്ന് പറഞ്ഞാൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? 4 പേരാണല്ലോ. എന്താടാ മുതലാളി തന്നെയല്ലേ? മുതലാളിയൊക്കെ തന്നെ, പക്ഷെ ഞാനവന്മാരുടെ തൊഴിലാളി അവറിന്റെ ഇടക്ക് കളിയാ, വേറെ വഴിയില്ല. എന്നാലും നിനക്ക് വന്ന മാറ്റങ്ങളെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ എന്തോരം ഗുരുത്തക്കേടാണ് ഒപ്പിച്ചേക്കുന്നത്. അളിയ അത് മാത്രം നീ മറന്നിട്ടില്ലല്ലേ? അതൊന്നും മറക്കില്ല. മനു ദീപക്കൊക്കെ എവിടെ ഉണ്ട്? അവന്മാരൊക്കെ വിളിക്കാറുണ്ട്. നീ വിളിക്കാറില്ലേ അവന്മാരെ? കുറച്ചായിട്ട് കോണ്ടാക്ട് ഇല്ല. എല്ലാരും ഒന്ന് വിളിക്കണം, ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യണം. അളിയ ഇത് ഞാനിവിടെ ചിന്തിക്കാറുണ്ട്. നീ ഇപ്പൊ ബിസിയാണോ? ബിസി ആണെന്ന് വെച്ചാ ബിസിയാണ്, പക്ഷെ നിന്നെ കണ്ടപ്പോ എല്ലാ ബിസിയും മാറി. പിന്നെ അല്ല, എന്നൊരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പുറത്തോട്ട് പോയി കറങ്ങിട്ട് വന്നാലോ? പഴയ വൈബൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ. പിടിക്കണം. എങ്ങോട്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ. പഴയ വൈബൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനേ. വണ്ടിയാണോ സൂക്ഷിച്ച് പോയല്ലേ? എന്തായിരുന്നല്ലേ എന്നുള്ള കാലമൊക്കെ. ഇനി അതുപോലത്തെ ടൈം വരുമോ എന്നുള്ളതാണ്. ഇതാണ് വീട്. നീ ഇത്ര വലിയ സെറ്റപ്പ് ആയിരുന്നു? സെറ്റപ്പാ? എടാ ഇതിന്റെ വൈഫ് ഹൗസാ. വൈഫ് റിച്ച് അല്ലേ? പോയടാ. എന്നാ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കൂടെ പഠിച്ച മൈഥിലി ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? നീ അതൊക്കെ വിട്ടില്ലേ? പറ. കോണ്ടാക്ട് ഉണ്ടോന്ന് ചോദിച്ചാ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, പക്ഷെ റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ലടാ. വാട്സപ്പിൽ നീ മെസ്സേജ് അയക്കുന്നുണ്ട്, വെറുതെ അല്ല നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയേ. അത് നീ കണ്ടാ? അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എടാ എന്താണ് വന്നതല്ലേ, വാ അകത്തുനിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാ. അളിയാ സമയമില്ല, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ചായ കുടിച്ചിട്ട് പോടാ. എടാ കടയിൽ നല്ല തിരക്കണം, നിനക്ക് അറിയില്ല. ഞാൻ നിനക്ക് വേണ്ടിട്ട് ഞാനിപ്പോ ഇവിടം വരെ വന്നത്. ഞാൻ വേറെ ഒരു ദിവസം വരാം അളിയാ. ഒരു വട്ടം കൂടെ നിർബന്ധിക്കും അളിയാ? നിർബന്ധിക്കല്ല അളിയാ, വന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു ദിവസം വരാം, എന്തായാലും വരാം. ഓക്കെ ഓക്കെടാ. നമ്മളിനിയും കാണണം തീർച്ചയായിട്ടും. പിന്നെ കാണൂലല്ലോ, ഇത് എന്ത് വർത്താനാണത്? അല്ലടാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴേ എന്താന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം. ഈടാ എനിക്കും അതെ, എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റണല്ലോ. പക്ഷെ ഇപ്പൊ കടയിൽ തിരക്കായോണ്ടാണ്. ഒരു കുഴപ്പമില്ല. അല്ലെ എന്തായാലും ഞാൻ നിന്റെ കൂടെ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകുള്ളായിരുന്നു. ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരു വരും കേട്ടാ. ആടാ ഉറപ്പായിട്ടും. ചെല്ലട്ടാ, ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും അത് വേണം, അത് എന്തായാലും വേണം. അത് എന്തായാലും കാണാം. വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചു പറ. തീർച്ചയായിട്ടും പറയാടാ. ഓക്കെ ബൈഡാ. ഓക്കെ.